നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഏറ്റവും മൂർച്ചയേറിയ ഒരു പേനയെക്കുറിച്ചാണ്. എഴുത്തുകാരനായ ശ്രീനിവാസൻ. അതെ, ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ സിനിമകൾ, പ്രത്യേകിച്ച് ഒരു 80കളുടെ സിനിമകളില്ലേ, ആ ഒരു കാലഘട്ടം, അതോർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ആദ്യം കോമഡിയാണ്. പക്ഷേ ആ ചിരിയുടെ ഉള്ളിലോ എന്തായിരുന്നു? അന്നത്തെ കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകൾ. അതെ, അതിനെക്കുറിച്ചുള്ള വളരെ ശക്തമായ നിരീക്ഷണങ്ങൾ അദ്ദേഹം ഒളിപ്പിച്ചുവെച്ചിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഈ ഒരു വിശകലനത്തിന് നമ്മൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു പഠന റിപ്പോർട്ടും അടിസ്ഥാനമാക്കുന്നുണ്ട്. അതെ, അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം. ശ്രീനിവാസൻ എങ്ങനെയാണ് നർമ്മത്തെ ഒരു ആയുധമാക്കിയതെന്നു? തീർച്ചയായും. 80കളിലെ കേരളം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. തൊഴിലില്ലായ്മ, അതായിരുന്നല്ലോ പ്രധാന വിഷയം. അതെ, തൊഴിലില്ലായ്മ അതിന്റെ പീക്കിൽ നിൽക്കുന്നൊരു സമയം. വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് ജോലിയില്ല, ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ. അപ്പോ അവരുടെ മുന്നിൽ ഒരേ ഒരു രക്ഷാമാർഗം ഗൾഫ്. അതെ, ഗൾഫ് ഒരു വലിയ സ്വപ്നമായിട്ട് വന്നു തുടങ്ങിയ കാലം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശ്രീനിവാസന്റെ എഴുത്ത് ഭയങ്കരമായിട്ട് പ്രസക്തമാകുന്നത്. ശരിയാണ്, ആ ഒരു നിരാശയുടെയും പ്രതീക്ഷയുടെയും ഇടയിൽ ജീവിച്ചൊരു തലമുറ. അതിലേക്ക് കടക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം നാടോടിക്കാറ്റ് തന്നെയല്ലേ? അതെ, ദാസനും വിജയനും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആ സിനിമ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ചിരിക്കും. പക്ഷേ ആ ചിരിക്കപ്പുറം ആ കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് ശ്രീനിവാസന്റെ എഴുത്തിന്റെ ഒരു മാജിക്. ആ പഠനം ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. ദാസന് ബികോം ബിരുദം കൊടുത്തത് അതൊരു വെറും യാദൃച്ഛികമല്ല. 80കളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുണ്ടായിരുന്നത് ആർട്സ് ആൻഡ് കൊമേഴ്സ് ബിരുദധാരികളായിരുന്നു. ഓ, അപ്പൊ അതിലൊരു കണക്കുണ്ട്. അതെ, അപ്പോൾ ദാസൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ആ കാലത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ്. അയാൾ എപ്പോഴും വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗൊപ്പു പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ ഒരു പ്യൂണിന്റെ ജോലി പോലും കിട്ടാത്തതിന്റെ അപമാനം കൊണ്ട് നടക്കുന്നുണ്ട്. കറക്റ്റ്. വിജയനാണെങ്കിൽ ആ ഒരു അപകർഷതാബോധവും. ആ കോൺട്രാസ്റ്റ് അവരുടെ സംഭാഷണങ്ങളിൽ മുഴുവൻ കാണാം. വിജയൻ ദാസനോട് പറയുന്ന ഡയലോഗില്ലേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അതൊരു തമാശയായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ശരിക്കും അതൊരു തലമുറയുടെ മുഴുവൻ പ്രതീക്ഷയും നിസ്സഹായതയുമാണ്. തീർച്ചയായും. ഗൾഫിലേക്ക് പോകാൻ നോക്കുന്നു, അവസാനം ചെന്നൈയിൽ പെട്ടുപോകുന്നു. ഇതെല്ലാം ചിരിയുടെ മേമ്പൊടിയോടെ അവതരിപ്പിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. അക്കാലത്തെ പ്രേക്ഷകർ ഇതിനെ ഒരു കോമഡി സിനിമയായിട്ട് മാത്രമാണോ കണ്ടത്? അതൊരു നല്ല ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് രണ്ടും സംഭവിച്ചിരിക്കാം. സാധാരണ ഒരു പ്രേക്ഷകൻ അതിലെ തമാശകൾ കണ്ട് ചിരിച്ചു. പക്ഷെ അതേ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാൾക്ക് ആ ചിരിയുടെ പിന്നിലെ വേദന അത് കണക്റ്റായിട്ടുണ്ടാകും, വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. ശ്രീനിവാസൻ ഒരിക്കലും അവരുടെ ദാരിദ്ര്യം കാണിച്ച് സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നില്ല. പകരം അതിനെ നർമ്മത്തിൽ പൊതിയുമ്പോൾ നമ്മൾ ചിരിക്കും, പക്ഷെ ആ ചിരിക്ക് ഉള്ളിലൊരു നോവുണ്ട്. അതെ, ആ ഒരു ടെക്നിക്കാണ് ആ സിനിമയെ ഇന്നും ഒരു ക്ലാസിക്കായി നിലനിർത്തുന്നത്. അപ്പം ദാസനും വിജയനും കടൽ കടന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പക്ഷെ ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല അല്ലേ? ഇല്ല. കടൽ കടന്നു പോയവൻ സമ്പാദിച്ച് തിരികെ വന്നാൽ അവന്റെ അവസ്ഥ എന്താകും? അടുത്ത ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഒരു പക്ഷേ വരവേൽപ്പ്. എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്തെ ആ സിനിമ കാണുമ്പം ആ ബസ് കത്തിക്കുന്ന സീൻ. അതൊരു വലിയ ഷോക്കായിരുന്നു. വലിയൊരു വിഷമമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു സംരംഭകനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നതെന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ട്. വരവേൽപ്പ് ശരിക്കും കേരളത്തിന്റെ വ്യവസായ രംഗത്തെ ചില ഇരുണ്ട യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മോഹൻലാലിന്റെ മുരളീധരൻ. അതെ, ഗൾഫിലെ 7 വർഷത്തെ അധ്വാനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി തന്റെ സമ്പാദ്യം കൊണ്ട് ഒരു ബസ് സർവീസ് തുടങ്ങുന്നു. അതൊരു വലിയ വ്യവസായമൊന്നുമല്ല, ഒരു സാധാരണക്കാരന്റെ ചെറിയൊരു സ്വപ്നം. അതെ, പക്ഷെ അയാൾക്ക് നേരിടേണ്ടി വരുന്നത് എന്തൊക്കെയാണ്? സ്വന്തം ജീവനക്കാരുടെ വഞ്ചന, പിന്നെ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ. അതെ, സിസ്റ്റത്തിന്റെ കെടുകാര്യസ്ഥത. മൊത്തത്തിൽ അയാൾ ഒറ്റപ്പെടുകയാണ്. ഇവിടെയാണ് സിനിമയുടെ രാഷ്ട്രീയം കുറച്ചുകൂടി വ്യക്തമാകുന്നത്. ഒരു കാലത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പൊരുതിയ നായകസ്ഥാനത്തുണ്ടായിരുന്ന ട്രേഡ് യൂണിയനുകൾ ഒരു സംരംഭകന്റെ സ്വപ്നങ്ങളെ തകർക്കുന്ന വില്ലനായി മാറുന്ന കാഴ്ച. പഠന റിപ്പോർട്ടിൽ പറയുന്നൊരു വാചകമുണ്ട്. The tables were changed and the trade union leader became the villain in the course of time. ഈയൊരു സാമൂഹിക മാറ്റമാണ് വരവേൽപ്പ് ധൈര്യമായിട്ട് കാണിച്ചത്. അതെ, അത് അക്കാലത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് അത്ര ദഹിക്കുന്നൊരു കാഴ്ചയായിരുന്നില്ല.
എന്തുകൊണ്ട് കേരളത്തിൽ സംരംഭകർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം. ഈ സിനിമ വളരെ ശക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അതെ, മുരളീധരൻ എന്ന കഥാപാത്രം സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പ്രവാസിയുടെ പ്രതീകമാണ്. സ്വന്തം കുടുംബം പോലും അയാളുടെ പണത്തിൽ മാത്രമായിരുന്നു കണ്ണ്. അവസാനം ആ ബസ് കത്തിക്കുമ്പോൾ തകരുന്നത് ഒരു വ്യക്തിയുടെ സ്വപ്നം മാത്രമല്ല, അതൊരു നാടിന്റെ തന്നെ പ്രതീക്ഷയാണ്. വ്യവസ്ഥിതിയോടുള്ള കടുത്ത വിമർശനമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഇന്നും പ്രസക്തമായി നിൽക്കുന്നത്. ശ്രീനിവാസന്റെ വിമർശനം സാമ്പത്തിക വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. ഇല്ല, അദ്ദേഹം ആ പേന കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്കും തിരിച്ചു, അല്ലേ? അവിടെയാണ് സന്ദേശം എന്ന സിനിമയുടെ വരവ്. രാഷ്ട്രീയത്തെ ഇത്രയധികം കീറിമുറിച്ച് പരിശോധിച്ച വേറൊരു ആക്ഷേപഹാസ്യ സിനിമ മലയാളത്തിലുണ്ടായിട്ടുണ്ടോ? സംശയമാണ്. സന്ദേശത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പക്ഷം പിടിച്ചില്ല. കറക്റ്റ്. ഇടതിനെയും വലതിനെയും ഒരുപോലെ ഒരേ അളവിൽ വിമർശിച്ചു കോട്ടപ്പള്ളി സഹോദരന്മാരിലൂടെ. പ്രഭാകരനും പ്രകാശനും. പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ പരസ്പരം തല്ലുകൂടുന്ന, പക്ഷെ സ്വന്തം വീട്ടിലെ ഒരു ഗ്യാസ് സിലിണ്ടർ മാറ്റിവെക്കാൻ പോലും മെനക്കെടാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെ പൊള്ളത്തരം അദ്ദേഹം തുറന്നുകാട്ടി. ആ ഡയലോഗ് പോളണ്ടിനെപ്പറ്റി ഒരക്ഷരം മിണ്ടരുത് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണത്? കാരണം ലോകകാര്യങ്ങളെക്കുറിച്ച് വാചാളരാവുകയും സ്വന്തം ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കാപട്യത്തെക്കുറിച്ച് അതിലും ലളിതമായിട്ട് പറയാൻ പറ്റില്ല. ശരിയാണ്. ആ സിനിമയിലെ ഓരോ സംഭാഷണവും ഒരു സ്റ്റേറ്റ്മെന്റായിരുന്നു. ശങ്കരാടി അവതരിപ്പിച്ച ആ അച്ഛൻ കഥാപാത്രം മക്കളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അത് സമൂഹത്തോട് മുഴുവനുമുള്ള ചോദ്യങ്ങളായിരുന്നു. രാഷ്ട്രീയം നമ്മുടെ വീടിന്റെ സമാധാനം കെടുത്തുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ചോദ്യം. അതെ, രാഷ്ട്രീയം മാത്രമല്ല, നമ്മുടെയൊക്കെ ഉള്ളിലിരിപ്പും അദ്ദേഹം വെറുതെ വിട്ടില്ല. അവിടെയാണ് വടക്കുനോക്കിയന്ത്രം. അതെ, മലയാളിയുടെ കപട സദാചാര ബോധത്തെയും അപകർഷതാബോധത്തെയും ഇത്രയധികം ട്രോളിയ മറ്റൊരു സിനിമയില്ല. താളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം അയാളൊരു വില്ലനല്ല, ഒരു സാധാരണക്കാരനാണ്. അതെ, ഭാര്യയുടെ സൗന്ദര്യത്തിലും കഴിവിലും അപകർഷത തോന്നുന്ന ഒരാള്, ആ സംശയരോഗം കൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന ഒരാള്. എനിക്ക് തോന്നുന്നത് ആ സിനിമയിലൂടെ ശ്രീനിവാസൻ തൊട്ടത് മലയാളിയുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നത്തെയാണ്. ശരിയാണ്. പുറമേ പുരോഗമനം പറയും, പക്ഷേ ഉള്ളിലിപ്പോഴും പഴയ യാഥാസ്ഥിതിക ചിന്തകൾ കൊണ്ടു നടക്കുന്ന മധ്യവർഗ മലയാളിയുടെ ഒരു പ്രതീകമായിരുന്നു ദിനേശൻ. ആ സിനിമയുടെ ക്ലൈമാക്സ്, ദിനേശൻ മാറുന്നില്ല. ഒരു കോമാഴിയെപ്പോലെ ആ വടക്കുനോക്കിയന്ത്രവുമായി നിൽക്കുന്ന കാഴ്ച, അത് പ്രേക്ഷകന്റെ ഉള്ളിലൊരു ചിരിയും അതേസമയം ഒരു അസ്വസ്ഥതയും ഉണ്ടാക്കും. തികച്ചും. ആ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിലാണ് ആ എഴുത്തുകാരന്റെ വിജയം. ദിനേശന്റെ പ്രശ്നം അയാളുടേത് മാത്രമല്ല, അത് സമൂഹത്തിന്റെ കൂടിയാണെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ അതിലുണ്ട്. അതെ, നാടോടിക്കാറ്റിലെ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് സന്ദേശത്തിലെ രാഷ്ട്രീയ പൊള്ളത്തരങ്ങളിലൂടെ വടക്കുനോക്കിയന്ത്രത്തിലെ മാനസികമായ അരക്ഷിതാവസ്ഥയിലേക്ക് ശ്രീനിവാസൻ എഴുതുമ്പോൾ അദ്ദേഹം ശരിക്കും 80കളിലെ കേരളത്തിന്റെ ഒരു സമ്പൂർണ്ണ എക്സ്റേ എടുക്കുകയായിരുന്നു. ഈ സിനിമകളെയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം അതിന്റെ സംഭാഷണങ്ങളാണ്. അതെ, പവനായി ശവമായി. അതൊക്കെ ഒരു രഹസ്യമാണ്, ഞാനത് പുറത്തു പറയില്ല. ദാസ, ഈ ചെറിയ രാജ്യങ്ങൾക്കൊക്കെ എന്തഹങ്കാരമാണ്. ഇങ്ങനെ പതിറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മുടെ സംസാരത്തിന്റെ ഭാഗമായ ഡയലോഗുകൾ. എന്തായിരിക്കും അവയുടെ ഈ അനശ്വരതയ്ക്ക് കാരണം? കാരണം അവ വെറും തമാശകളായിരുന്നില്ല, അല്ലേ? അല്ല, സാധാരണക്കാരന്റെ ജീവിതത്തിലെ നൊമ്പരങ്ങൾ, പ്രതീക്ഷകൾ, അവന്റെ കാപട്യങ്ങൾ, നിസ്സഹായത, ഇതെല്ലാം അതിലുണ്ടായിരുന്നു. നാടോടിക്കാറ്റിലെ ദാസന്റെ ഇംഗ്ലീഷും വിജയന്റെ കൗണ്ടറുകളും. ആളുകൾക്ക് സ്വന്തം ജീവിതവുമായിട്ട് അത് ബന്ധപ്പെടുത്താൻ കഴിഞ്ഞു. ആ പഠനത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, ആ സംഭാഷണങ്ങൾ എൻഗ്രേവ്ഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി ഓഡിയൻസ്. പ്രേക്ഷകരുടെ മനസ്സിൽ അത് കുത്തിനയ്ക്കപ്പെട്ടു എന്ന്. അതെ, കാരണം ആ ഡയലോഗുകൾ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായിരുന്നു. അവ വെറും കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളായിരുന്നില്ല, ഒരു ജനതയുടെ തന്നെ ചിന്തകളായിരുന്നു. അപ്പോൾ ശ്രീനിവാസന്റെ എഴുത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ഭാഷയിൽ അസാധാരണമായ കാര്യങ്ങൾ പറയുന്നതിലായിരുന്നു. യാഥാർത്ഥ്യത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് അതേസമയം അതിന്റെ മൂർച്ച ഒട്ടും കുറയാതെ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ്. അതുതന്നെയാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അതാണ് അദ്ദേഹത്തെ ഒരു ഇതിഹാസമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ശ്രീനിവാസന്റെ സിനിമകൾ 80കളിലെ കേരളീയ സമൂഹത്തിന്റെ ഒരു കണ്ണാടിയായിരുന്നു എന്നതാണ്. തൊഴിലില്ലായ്മ, ഗൾഫ് കുടിയേറ്റം, സംരംഭകത്വത്തിലെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയത്തിലെ പൊള്ളത്തരം, വ്യക്തിബന്ധങ്ങളിലെ കാപട്യം തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം ആക്ഷേപഹാസ്യത്തിലൂടെ
ധൈര്യപൂർവ്വം അവതരിപ്പിച്ചു. ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുക എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ. അതെ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ബാക്കി വയ്ക്കാം. എന്താണത്? ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സോഷ്യൽ മീഡിയയുടെ നിരന്തരമായ വിചാരണകൾ, സിനിമ എന്ന വ്യവസായത്തിന്റെ സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഇത്രയും മൂർച്ചയോടെയും നർമ്മബോധത്തോടെയും വിമർശിക്കുന്ന ശ്രീനിവാസനെ പോലൊരു എഴുത്തുകാരന് ഇന്ന് നിലനിൽക്കാൻ കഴിയുമോ? അതെ, ഇന്നത്തെ സിനിമാ ലോകത്ത് അങ്ങനെ ഒരാൾക്ക് ഒരിടം കണ്ടെത്താനാകുമോ? അതൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്.